അല്ല, MT വാസുദേവൻ നായരുമായിട്ട് എനിക്കൊരു 6 പതിറ്റാണ്ട് കാലത്തെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയാം. കാരണം എൻ്റെ ആദ്യത്തെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 67 വരുന്നത്, 67 ജൂണിൽ. അപ്പം അന്ന് സാഹിത്യം എന്താണെന്ന് വായനക്കാരൻ നല്ല രീതിയിൽ അപ്പുറം യാതൊരു പിടിയില്ലാതെ, ഗുരുക്കളില്ലാതിരുന്നൊക്കെ ഒരു കാലത്ത്, എഴുതിയത് ഒരാളെ കാണിക്കാൻ ധൈര്യമില്ലാതിരുന്ന കാലത്ത് ഡൽഹിയിൽ നിന്നിട്ട് ചുമ്മാ ഒരു കഥ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എഴുതി മാതൃഭൂമിക്ക് അയച്ചു കൊടുക്കുക. അപ്പം അന്ന് ആകെ 2 പബ്ലിക്കേഷനേ ഉള്ളൂ, 2 or 3 പബ്ലിക്കേഷൻ. മാതൃഭൂമിയിൽ വരിക എന്നുള്ളതാണ് എഴുത്തുകാരെ സംബന്ധിച്ചോളം ഒരു നമുക്ക് ആത്യന്തികമായ അംഗീകാരം. അപ്പം മാതൃഭൂമിക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവരെ ചവിറ്റോട്ടേ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കവറൊന്നും ഉള്ളിൽ വച്ചില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ MTയുടെ മറുപടി കിട്ടി, ഇത് ഞങ്ങൾ നന്നായിട്ടുണ്ട്, ഞങ്ങൾ മാറ്റി വച്ചിരിക്കുന്നു. പിന്നെ എത്രയോ കഥകൾ, എത്രയോ നോവലുകൾ, എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നോവലുകളും, പാണ്ഡവരായാലും നിയോഗമായാലും കൈമുദ്രകളായാലും പല നോവലുകളും വന്നിരിക്കുന്ന MTയുടെ കൈ കൂടെയാണ്. അതൊരു വലിയൊരു മഹാഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പലവണ്ണം പോയിട്ടുണ്ട്. കുടുംബമായിട്ട് നല്ല ബന്ധമായിരുന്നു. മൂത്ത മകൾ സിതാരയായിട്ടും പിന്നീടുള്ള സരസ്വതി ടീച്ചറായാലും അശ്വതി ആയാലും എന്തായാലും വലിയൊരു ബന്ധമാണ്. MTയുടെ വേർപാടിൽ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, എഴുത്തുകാരനുള്ള രീതിയിലൊക്കെ അപ്രസക്തമാണ്, വ്യക്തിപരമായിട്ട് എനിക്കതൊരു വലിയ നഷ്ടമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.